രാജ്യത്ത് കോവിഡ് വ്യാപിക്കുന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇന്ന് രാവിലെ 8 മണി വരെയുള്ള കണക്കുകളിൽ രാജ്യത്താകെ ചികിത്സയിലുള്ളവരുടെ എണ്ണം 3961ആയി. 32 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വിവരങ്ങളുമായി നന്ദൻ ഒപ്പച്ചേരുന്നു. ഈ 32-ൽ 8 എണ്ണം കേരളത്തിലാണ് എന്ന് നമ്മൾ നേരത്തെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതാണ്. നന്ദൻ, എന്താണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പറയുന്നത്? കൃഷ്ണജി, കേരളം, തമിഴ്നാട്, അതേപോലെ തന്നെ ഡൽഹി, കർണാടക, മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ കോവിഡ് വ്യാപനം കൂടുതലായി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മുഴുവൻ രാജ്യത്ത് ഇന്ന് 8 മണി വരെയുള്ള കണക്കുകൾ പ്രകാരം 3961 ആക്റ്റീവ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 32 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മരണങ്ങൾ ഡൽഹി, അതേപോലെ തന്നെ കേരളം, ഒപ്പം തന്നെ മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലാണ് മരണമുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഡൽഹിയിൽ 47 പുതിയ കേസുകൾ കൂടിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതോടെ 483 ആക്റ്റീവ് കേസുകളായി. മഹാരാഷ്ട്രയിൽ പുതിയ 21 കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തപ്പോൾ 506 ആക്റ്റീവ് കേസുകളായി. അതേപോലെ തന്നെ പശ്ചിമ ബംഗാളിൽ 331 കൊറോണ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കർണാടക സർക്കാർ ഇന്ന് പ്രത്യേക സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. സ്കൂളിലെത്തുന്ന മുഴുവൻ വിദ്യാർത്ഥികളും അധ്യാപകരും മാസ്ക് ധരിക്കണം, കൊറോണ പ്രോട്ടോകോൾ പാലിക്കണമെന്നാണ് കർണാടക സർക്കാരിൻ്റെ നിർദ്ദേശം. മാത്രമല്ല, ഒരു പ്രത്യേക സർക്കുലർ പുറപ്പെടുവിച്ചു. ഇതിൽ വിദ്യാർത്ഥികൾക്കും അതേപോലെ തന്നെ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കുമുള്ള സർക്കുലർ വ്യക്തമാക്കുന്നത് പനി, ചുമ, അതേപോലെ തന്നെ മറ്റ് രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൊറോണയുമായി ബന്ധപ്പെട്ട രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും കുട്ടികളെ വിദ്യാലയങ്ങളിലേക്ക് അയക്കരുത് എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ കർണാടക സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് സർക്കുലറിലൂടെ. മാത്രമല്ല, കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം മുഴുവൻ സംസ്ഥാനങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് കൊറോണയുടെ പുതിയ വകഭേദമാണ് ഇപ്പോൾ രാജ്യത്ത് പടരുന്നത് എന്നുള്ളതാണ് ഏറെ നിർണായകം. ഇത് കൂടുതൽ വ്യാപനശേഷിയുള്ളതാണ് എന്നുള്ളതാണ് ICMR വ്യക്തമാക്കിയിരിക്കുന്നത്. വലിയ ആഘാതം ജനങ്ങളിൽ, അല്ലെങ്കിൽ രോഗികളിൽ ഇത് വലിയ ആഘാതം ഉണ്ടാക്കിയില്ലെങ്കിലും വലിയ രീതിയിലുള്ള വ്യാപനശേഷിയുള്ള NB181 എന്നുള്ള വിഭാഗമാണ് ഇപ്പോൾ രാജ്യത്ത് പടരുന്നത് എന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ BA2, അതേപോലെ തന്നെ JN1 വിഭാഗങ്ങളായിരുന്നു കഴിഞ്ഞ ആഴ്ചകളിൽ രാജ്യത്ത് കൂടുതലായി പടരുന്നതെങ്കിൽ ഈ ആഴ്ച സ്ഥിതി മാറ്റമുണ്ടായിരിക്കുന്നു. കൂടുതൽ ഈ വലിയ രീതിയിൽ വ്യാപനശേഷിയുള്ള വകഭേദമായ NB181 എന്നുള്ള വിഭാഗം ഇപ്പോൾ രാജ്യത്ത് കൂടുതലായി പടർന്നു പിടിക്കുന്നു എന്നുള്ളതാണ് ICMR വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ NB181 ചൈനയിലും അതേപോലെ തന്നെ അമേരിക്കയിലും ഒക്കെ തന്നെ വലിയ ഗുരുതര പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതായത് വലിയ വ്യാപനശേഷിയുള്ള വിഭാഗത്തിൽപ്പെടുന്നതാണ്. ഒമിക്രോൺ വിഭാഗത്തിൻ്റെ തന്നെ മറ്റൊരു വകഭേദമാണ് ഇത്. ഈ NB181 എന്നെങ്കിലും വലിയ രീതിയിലുള്ള ഈ വ്യാപനശേഷി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്ത് വരും ദിവസങ്ങളിൽ കൊറോണ വ്യാപനം കൂടുതൽ ശക്തമാകുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. മാത്രമല്ല, ഈ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ നിന്നും കൊറോണ കേസുകളുടെ എണ്ണം, ആക്റ്റീവ് കേസുകളുടെ എണ്ണത്തിൽ ഏതാണ്ട് 100 ഇരട്ടി ശതമാനം വർധനമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ആഴ്ച ഏതാണ്ട് കണക്കുകൾ 1000-ൽ താഴെ മാത്രം കണക്കുകളായിരുന്നു. എന്നാൽ അതിപ്പോൾ 3000-ലേക്ക് ഈ ആഴ്ച കുതിച്ചുയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും വരുന്ന ആഴ്ചകളിലും വലിയ രീതിയിൽ കൊറോണ കേസുകളുടെ എണ്ണം വർദ്ധിക്കുവാനുള്ള സാധ്യതയാണ് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. കൊറോണ പ്രോട്ടോകോൾ സംബന്ധിച്ച് ജനങ്ങൾക്ക് അത് പരിചിതമാണ്. കൊറോണ പ്രോട്ടോകോൾ പൂർണ്ണമായും ജനങ്ങൾ പാലിക്കണമെന്നുള്ളതാണ്. അതൊരു കർശന നിർദ്ദേശമായി നൽകിയിട്ടില്ലെങ്കിൽ കൂടിയും ജനങ്ങൾ ഇത്തരത്തിലുള്ള ഈ കൊറോണ പ്രോട്ടോകോൾ പാലിക്കണമെന്നുള്ളതാണ് പ്രധാനമായും കുടുംബ ആരോഗ്യ ക്ഷേമ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. കൃഷ്ണ, ശരി. രാജ്യത്ത് കോവിഡ് വ്യാപിക്കുന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. 3961 പേർ രോഗബാധിതരാണിപ്പോൾ. 32 മരണങ്ങൾ, അതിൽ 8 എണ്ണം കേരളത്തിൽ. കർണാടകയിലൊക്കെ മാസ്ക് വെച്ച് തുടങ്ങുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു നന്ദഗോപൻ.